സമസ്ത ഐക്യം എന്ന് പറഞ്ഞാൽ അത് മുമ്പ് എപ്പോഴും നമ്മൾ പറയണതല്ലേ. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കുന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ. ഐക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരട്ടെ. പിന്നെ അല്ല, മദ്യനയത്തിൽ ഇപ്പോൾ മദ്യത്തിനെ പറ്റി സമസ്തൻ്റെ നിലപാട് ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സമസ്തൻ്റെ അല്ല, ഇസ്ലാമിൻ്റെ നിലപാട് മദ്യം ഒരു നിലക്കും, മദ്യം എന്നല്ല ഒരു മയക്കുമരുന്ന് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരെ നയത്തിന് നമ്മളെ എതിർക്കല്ല. അവർക്ക് സർക്കാരിനൊക്കെ ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം, അത് വേറൊന്ന്. അല്ല, അതങ്ങനെ ഐക്യം വേഗം പുലരണം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതിനല്ലേ ഞാനും പറഞ്ഞത്. ഐക്യം പുലരാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. നമ്മൾ സ്വാഗതം ചെയ്യണു. പിന്നെ അതിൻ്റെ പിറപ്പിൻ്റെ കാരണക്കാരാരാന്നുള്ളത് അത് അവരും ആവാം, നവീന പ്രസ്ഥാനക്കാരും അല്ലാത്തവരൊക്കെ ആവാം, ആരും ആവാം. ആര് അവരെന്ന് പറഞ്ഞാൽ, അവരെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നവീന പ്രസ്ഥാനക്കാരെ പറ്റി മാത്രമല്ല, അതിൽ പലരും അതിൻ്റെ പിന്നിലുണ്ടാവാം, അത്രേ പറഞ്ഞു. അത് ഈ കാന്തപുരം അതിൻ്റെ ആളാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറയണത്, മനസ്സിലായില്ലേ? അയാൾ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലോ, അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി അറിയും. അപ്പോൾ അയാൾ പറഞ്ഞത് ശ്രമിക്കാം. ഒരു തടസ്സമില്ല, തടസ്സമുണ്ടാവും. അല്ല, അങ്ങനെ ഇപ്പോൾ പല പ്രസ്ഥാനങ്ങളും പല രാഷ്ട്രീയ കക്ഷികളൊക്കെ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കണില്ലേ? അത് ഇങ്ങനെ കുറേ ആ ആ ആ അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ തിയറി അതാണ്. മദ്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാന്നല്ല, മദ്യത്തിനോട് നമ്മളെതിരല്ലേ. അത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അത് അവർ പിന്മാറുന്നുണ്ടോ? അവരിപ്പോൾ നമ്മളെ നോക്കിയിട്ടല്ലല്ലോ സർക്കാർ ഭരിക്കണത്. ഇവിടുത്തെ മുസ്ലിങ്ങളെ നോക്കിയിട്ടാണ് ഭരിക്കണത്, അല്ലെങ്കിൽ വേറുള്ള ഏതെങ്കിലും ആൾക്കാരെ നോക്കിയിട്ടല്ലോ. അവരുടെ നയം അനുസരിച്ചല്ലോ. സർക്കാരിൻ്റെ നയങ്ങളുണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ എതിർക്കപ്പെടാനായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അനുഭവിക്കപ്പെടാം, അത്രേ ഉള്ളൂ. ആരുടെ സർക്കാരിൻ്റെ? അല്ല, അതങ്ങനത്തെ തന്നെ. ഇപ്പം നിങ്ങളീ നയം അങ്ങനല്ലേ, ഇത് മുസ്ലിം ആവണ്ടല്ലോ, ഏതൊരു തടി നയം അങ്ങനെ തന്നെയല്ലേ. ഇവിടെ ഇപ്പോൾ ഈ തൂഫാന്നൊക്കെ പിന്നെ അത് അവരാണ് തീരുമാനിക്കേണ്ടത്, അവരും കൂടി കേട്ടോ. ഇവിടെ മുമ്പും മദ്യം ചെയ്യുന്നു. ഇപ്പോൾ ഈ സർക്കാർ മദ്യത്തിൽ ഇവിടുത്തെ 1967 EMS മന്ത്രിസഭയിലാണ് ആദ്യമായിട്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ.